ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഏത് നിമിഷവും കോരിച്ചൊരിഞ്ഞൊരു മഴ വരാം. ഇക്കുറിയും കാലം തെറ്റിയാണ് കാലവർഷം. ചിണ്ടനോർത്തു. ദുരിത പെയ്ത്താണ് ഇവിടുത്തെ മഴ. ഉണക്കി വയ്ക്കുന്നതിലൊക്കെ പൂപ്പൽ പിടിക്കും. ഉണക്കിപ്പൊടിച്ച മരുന്നുകളും കരുതി വച്ച തേനും മുളയരിയുമൊക്കെ കേടാകും. കൂവക്കിഴങ്ങ് ചുട്ടുകൊണ്ടിരുന്ന ചിണ്ടൻ മാനത്തേക്ക് നോക്കി. പാറപ്പുറത്ത് കഴുകി വിരിച്ചിരുന്ന തുണികൾ ചുരുട്ടിയെടുത്ത് അകത്തേക്ക് പോകും വഴി കറുത്തമ്മ ചിണ്ടൻ്റെ ഈ ഇരിപ്പ് കണ്ടു. നീ എന്താണ് ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കുന്നത്? മഴ വരണമെങ്കിൽ വരട്ട്. അതല്ല പെണ്ണെ, പെയ്തിറങ്ങാൻ പോണത് നിസ്സാരനാണെന്ന് തോന്നണില്ല. നീ നോക്ക്, എന്തൊരു മിന്നൽ. അവൾ ശ്രദ്ധിച്ചു. ശരിയാണ്, പതിവില്ലാത്ത വിധം കൊള്ളിയാൽ. അവരുടെ കാതടപ്പിച്ചുകൊണ്ട് ഒരു ഇടിവെട്ടി. അയ്യോ, കൊച്ചു പേടിക്കും. ഇതും പറഞ്ഞ് കറുത്തമ്മ അകത്തേക്ക് പോയി. അമ്പലമേട്ടിലേക്ക് കുടിയേറിയിട്ട് 2 കൊല്ലമായി. ഇതിനിടയിൽ നഷ്ടങ്ങളുടെ കണക്കാണ് കൂടുതലും. കല്ലറകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. നാട്ടിൽ നിന്നും വരുന്ന വാർത്തകളും നന്നല്ല. കുടിക്കുള്ളിലെ കിടക്കയിൽ കൈകാലിട്ടടിക്കുന്നവനിലാണ് ആകെയുള്ള പ്രതീക്ഷ. കോർമൻ കാരണവർ തുള്ളി പറഞ്ഞതാണ് അവൻ വിളക്കാവുമെന്ന്. ഏങ്കളപുള്ളയെ നേരെ തെളിക്കണം മക്കളെ, നീങ്കള അവൻ നേരെ തെളിക്കും മക്കളെ. ഏങ്കളപുള്ള പുലിയെ പിടിക്കും മക്കളെ, നാട് വാഴും മക്കളെ, കാട് കാക്കും മക്കളെ, 18 മലകൾക്ക് ഉടയോനാകും മക്കളെ. പതിവില്ലാത്ത വിധം ഉറഞ്ഞാണ് കാരണവർ അന്ന് അരുളപ്പാട് നടത്തിയത്. കേട്ടവർ കൈകൂപ്പി മാനം നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ആദിയുടയോനെ, മലമുത്തപ്പ, കൺകണ്ട ദൈവമേ. ജനിച്ച് 28-ാം നാൾ ചരട് കെട്ടിക്കഴിഞ്ഞ് അവൻ്റെ കാതിൽ കണ്ടൻ മെല്ലെ ചൊല്ലി, മണികണ്ഠൻ, മണികണ്ഠൻ, മണികണ്ഠൻ. എന്നാൽ അവൻ എല്ലാവർക്കും അയ്യപ്പനായിരുന്നു. കണ്ടൻ്റെ മകൻ, കറുത്തമ്മയുടെ മകൻ, കാടിൻ്റെ മകൻ അയ്യപ്പൻ. പെരുമ്പാറ്റ പിന്നീട് ഈ വഴി വന്നിട്ടില്ല. ഒടുവിലത്തെ വരവിനാണ് ചീരനെ കൊന്നത്. കരിമലയിൽ പെരുമ്പാറ്റകൾ കെട്ടിപ്പൊക്കിയ കോട്ടയിൽ കാവലിന് ആളുണ്ട്. ആ വഴി ആരും പോകാറില്ല. അമ്പലമേട്ടിലേക്ക് കയറാൻ പെരുമ്പാറ്റയ്ക്ക് ഭയമാണ്. നിലയ്ക്കലെ കോവിലിൽ കുടിയിരിക്കുന്ന ശിവനാണ് അമ്പലമേട്ടിലെ ആദിമുത്തപ്പൻ എന്നാണ് പെരുമ്പാറ്റയുടെ വിചാരം. പെരുമ്പാറ്റയുടെ കുലദൈവമാണ് ശിവൻ. അതാണ് പേടിക്കാധാരം. ചുട്ട കൂവക്കിഴങ്ങെടുത്ത് കല്ലിൽ വെച്ച് തൊലി ഇളക്കി ചിണ്ടൻ സ്വാദ് നോക്കി. ആഹാ, കൊള്ളാം, അയാൾ സ്വയം പറഞ്ഞു. പെണ്ണേ, എന്നാ എടുത്തോ, കൊച്ചിനും കൊടുക്ക്. കറുത്തമ്മ അയ്യപ്പനെ എടുത്ത് കുടിയുടെ വെളിയിൽ വന്നു. പുറത്തെ വെളിച്ചം മുഖത്തടിച്ചപ്പോൾ അയ്യപ്പൻ ചിരിച്ചു. കാടിൻ്റെ ചിരി. അവൻ ചിരിക്കുമ്പോൾ കണ്ണുകൾ ചിരിക്കുന്നത് പോലെ തോന്നും. ചിണ്ടൻ ഓർത്തു. പല്ലൊക്കെ വന്ന് തുടങ്ങിയല്ലോ നമ്മുടെ കുഞ്ഞിന്, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കറുത്തമ്മ അവന് കിഴങ്ങ് പൊളിച്ചു നൽകി. അവനത് നുണഞ്ഞു. ഇവൻ എന്തിനേ ഇങ്ങനെ നോക്കണത്? ചുറ്റും പരതി നോക്കുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചു. അറിയില്ല, എപ്പോഴും ഇങ്ങനെ. പെരുമ്പാറ്റ വരുന്നൊന്ന് നോക്കണതാവും. ചിണ്ടൻ ചിരിച്ചു. നീ കളിയാക്കണ്ട, എൻ്റെ കൊച്ചൊന്ന് വളർന്നോട്ടെ, പെരുമ്പാറ്റയുടെ പിറം പൊളിക്കും. കറുത്തമ്മ അവനെ ചുംബിച്ചു. കണ്ടൻ മലയിറങ്ങിപ്പോയിട്ട് ഇന്നേക്ക് 4 മാസമാവുന്നു. ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ആലുവയിലെത്തി എന്നാണ് വിവരം. പെരുമ്പാറ്റകളെ വിശ്വസിക്കാൻ പറ്റില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എപ്പോൾ വേണമെങ്കിലും ചാടി വീഴുന്നവരാണ്. അതുകൊണ്ടാണ് മലയിറങ്ങി പോകുന്നവരുടെ കാര്യത്തിൽ ഇത്ര ആധിയും. ആഞ്ഞൊരു കാറ്റ് വീശി. തീ കെട്ടു. ശരവർഷം പോലെ മഴ തുടങ്ങി. കൂടെ കൊടുങ്കാറ്റും. ചിണ്ടൻ അവൻ്റെ കുടിയിലേക്ക് ഓടിക്കയറി. വെള്ളമിറങ്ങാതിരിക്കാൻ ഓല കൊണ്ടുണ്ടാക്കിയ മറയെടുത്ത് കറുത്തമ്മ അവളുടെ കുടി അടച്ചു. കോരിച്ചൊരിയുന്ന മഴ. ചിണ്ടൻ തണുത്തു വിറച്ചു. എൻ്റെ മുത്തപ്പ, ദുരിതത്തോട് ദുരിതമാണല്ലോ, അയാൾ ഓർത്തു. മഴ കൂടിയാൽ വേറൊരു അപകടമുണ്ട്. നരി വന്നാൽ അറിയാൻ പറ്റില്ല. ചിണ്ടൻ വില്ലെടുത്ത് ഞാണു കിട്ടി. അമ്പുകൾ ശേഖരിച്ചു വെച്ചു. അകലെ നിന്നും ആരോ വരുന്നുണ്ട്. ചിണ്ടൻ ചാടി എഴുന്നേറ്റു. ഈ സമയത്താര്? കൂട്ടത്തിലുള്ളവരല്ല. ചിണ്ടൻ വില്ലുയർത്തി അമ്പെടുത്ത് ലക്ഷ്യം നോക്കി. ആരാ? അവൻ അലറിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ആരെന്ന് പറ, അവിടെ നില്ല്. മഴയിൽ ആ ശബ്ദം കേട്ടില്ല എന്ന് തോന്നി. ആഗതൻ വേച്ച് വേച്ചാണ് വരുന്നത്. വല്ല വിധേനയും അയാൾ എത്തിയെന്ന് പറയുന്നതാവും ശരി. ഏതായാലും കുഴപ്പക്കാരനല്ല എന്ന് ചിണ്ടന് തോന്നി. അയാൾ ചിണ്ടൻ്റെ കാലിലേക്ക് കുഴഞ്ഞു വീണു. അവൻ അയാളെ വലിച്ചിഴച്ച് കുടിയിലേക്ക് കൊണ്ടുപോയി. അയാളുടെ രൂപം എടുത്ത് കണ്ടപ്പോൾ ചിണ്ടൻ വിറച്ചു. മലമുത്തപ്പ, പെരുമ്പാറ്റ. ചിണ്ടൻ ചുരിക അയാളുടെ കഴുത്തിൽ വെച്ചു. കൊടും പാവി, ആദിമുത്തപ്പൻ വാഴുന്നിടത്ത് നീ കാലുകുത്തിയ. അയാൾ കൈകൂപ്പി. അയ്യാ, കാപ്പാത്തുങ്കോ,
കാല് വലിക്കുതപ്പാ. അയാളുടെ നാവ് കുഴഞ്ഞു. ചിണ്ടൻ അയാളുടെ കാലിലേക്ക് നോക്കി. മുറിവടയാളം. അണലി കടിച്ചതാണ്. എന്തു ചെയ്യണം? ചിണ്ടൻ ആകെ വിവശനായി. ശത്രുവാണ്. ശത്രു എന്ന് പറഞ്ഞാൽ പോരാ, കൊലച്ചതി നടത്തുന്നവൻ. പെരുമ്പാറ്റയിൽ ഒരുത്തന്നെ ജീവനോടെ കിട്ടുന്നത് തന്നെ ആദ്യമായാണ്. തീർത്ത് കളഞ്ഞാലോ? പാടില്ല. അയാൾ കറുത്തമ്മയുടെ കുടിയുടെ പുറത്ത് ചെന്ന് വിളിച്ചു. കറുത്തമ്മയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി തന്നെ വന്നില്ല. നീ അയാൾക്ക് മരുന്നോട്, അയാൾ ആരായാലും ശരി. ചിണ്ടൻ ഉടനെ തന്നെ പുറത്തേക്ക് ഓടി. എല്ലാ കുടികളിലും കാര്യം അറിയിച്ചു. മലയരന്മാർ ഓടിയെത്തി. പലരിലും പല അഭിപ്രായം ഉയർന്നു. ജീവനോടെ കത്തിക്കുകയാണ് വേണ്ടത്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. എന്നാൽ കറുത്തമ്മയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ആരും അയാളെ ഒന്നും ചെയ്യൂല, നീ മരുന്ന് വയ്ക്ക്. ചിണ്ടൻ അയാളെ അടിമുടി പരിശോധിച്ചു. പാമ്പ് കടിച്ച സ്ഥലത്ത് കറുപ്പ് കലർന്ന നീല നിറമുണ്ട്. വിഷം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അയാൾക്ക് നല്ല നെഞ്ചുവേദന ഉണ്ടെന്ന് തോന്നി. ഇടയ്ക്കിടെ നെഞ്ചിൽ കൈയമർത്തുന്നു. പാതി ബോധത്തിലാണെന്ന് മാത്രം. ചിണ്ടൻ പെട്ടെന്ന് തന്നെ തുണി കൊണ്ട് കടിയേറ്റ ഭാഗത്തിന് അരയടി മുകളിൽ ഒരു കെട്ടിട്ടു. കുരുമുളക് പൊടി, പച്ചമഞ്ഞൾ, തുളസിയില, ആര്യവേപ്പില, വെള്ളച്ചന്ദനം എല്ലാം കൂടി അരച്ച് മുറിവിൽ പുരട്ടി. എല്ലാവരും ഒന്ന് മാറുന്നില്ലേ? ചിണ്ടൻ കാഴ്ചക്കാരെ അകറ്റി. ഗരുഡക്കൊടി വേറെ അരച്ച് നെല്ലിക്ക വലുപ്പത്തിലാക്കി. പെട്ടെന്ന് അയാൾ ചിന്തിച്ചു, പാലിലാണ് ഇത് ചേർക്കേണ്ടത്. പാലിനെവിടെ പോകും? കറുത്തമ്മയുടെ നേരെ നോക്കി. അവൾക്ക് കാര്യം മനസ്സിലായി. മുലപ്പാൽ മതിയാ? കേട്ടവർ പരസ്പരം നോക്കി. ചിണ്ടൻ പറഞ്ഞു, മതി. ഈ ജന്തു നിൻ്റെ പാല് കുടിക്കണമെന്നാവും മുത്തപ്പൻ പറയണത്. അവൾ അകത്തുപോയി ഒരു ചെറിയ ചിരട്ടയിൽ പാല് പിഴിഞ്ഞൊഴിച്ചു കൊണ്ടുവന്നു. ചിണ്ടൻ ഔഷധക്കൂട്ട് പാലിൽ കലക്കി അയാളുടെ ചുണ്ടിലിറ്റിച്ചു. നാളേക്ക് നേരം വെളുക്കുമ്പോൾ അറിയാം എന്താവുമെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴും മഴയ്ക്ക് ശമനമില്ല. ചിണ്ടൻ അയാളുടെ അടുത്ത് തന്നെ ഇരുന്നു. കയ്യിൽ ചുരിക കരുതിയിട്ടുണ്ട്. വിശ്വസിക്കാൻ വയ്യ. ആഗതൻ നല്ല ഉറക്കത്തിലായിരുന്നു. നേരം വെളുത്തിട്ടും ഉച്ചയായിട്ടും അയാൾ ഉണർന്നില്ല. ശ്വാസം നിലച്ചിട്ടില്ല. എല്ലാവരും ആദരവോടെ എഴുന്നേറ്റു. ചിണ്ടന് സമാധാനമായി. കോർമൻ കാരണവർ മല കയറി വന്നു. എല്ലാവരും ആദരവോടെ എഴുന്നേറ്റു. അദ്ദേഹം പെരുമ്പാറ്റയെ നോക്കി. ചിണ്ട, നീ ചെയ്തത് വലിയൊരു കാര്യം. ഒരുത്തൻ്റെ ജീവനെടുക്കാൻ എളുപ്പം, രക്ഷിക്കാൻ പാടും. ഈ നെറികെട്ടവൻ പോയി പറയട്ടെ എങ്ങനെയാണ് നമ്മൾ ഇവനെ കാത്തിറന്നത്. വൈകുന്നേരമായി. ആഗതൻ കണ്ണു തുറന്നു. അയാൾ ഭയചകിതനായി. ചുറ്റും മലയരയന്മാർ. അയാൾ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ചിണ്ടൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടാ നിൻ്റെ പേര്? ചിണ്ടനാണ് തുടക്കമിട്ടത്. കറുപ്പയ്യ. അയാളുടെ മറുപടി. നീ മേട്ടിൽ കയറിയ എന്തിന്? പറ. നീങ്ക എന്നെ മന്നിച്ചിടുങ്കോ. എന്നെ എതുവും ചെയ്യക്കൂടാതെ. നിന്നെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ ഇന്നലെ ആവായിരുന്നു. നീ എന്തിനിവിടെ വന്നു? നീങ്ക ഇരിക്കുവിടം തെയ്യറക്ക് താൻ വന്നത്. നീങ്ക ഇരിക്കുവിടം തെരിയറക്ക് താൻ വന്നത്. മന്നിച്ചിടുങ്കോ. ആര് വിട്ടു നിന്നെ? ഉദയൻ. അത് കേട്ടവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. എന്നിട്ട് നീ എന്തെങ്കിലും കണ്ടോ? ചിണ്ടൻ്റെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞു. ഇല്ലെങ്കിൽ എതുവും തെരിയതില്ലേ? കീഴെ വന്ന പോതേ പാമ്പ് കടിച്ചു. ചിണ്ടൻ പൊട്ടിച്ചിരിച്ചു. കാടിന് നേരുണ്ട്. തിരിഞ്ഞാ നീ ഇനി ചെന്ന് പറ, ഞങ്ങൾ എത്ര കൂടി ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങളുടെ രക്ഷ കാട് നോക്കിക്കോളും. ഇന്നുകൂടി നിനക്കിവിടെ കിടക്കാം. നാളെ പൊക്കോണം. അയ്യാ, ഞാൻ പോവാതെ. അങ്ങ പോന അവങ്ക എന്നെ കൊന്നിടുവാങ്ക. നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അയാൾ ചുറ്റും നോക്കി. കറുത്തമ്മയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ അയാൾ കണ്ടു. അയാൾ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു. തഞ്ചാവൂരിർക്കും ശിവൻ മേലെ സത്യം. ഇന്ന നാൾ മുതൽ നീങ്കതാൻ എനക്ക് സാമി. അയ്യപ്പൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അവൻ നിറഞ്ഞു ചിരിച്ചു.